കളിയിക്കാവിള ദീപു കൊലക്കേസിൽ പല ദുരൂഹതകളും മണക്കുന്നുണ്ട്. കൊട്ടേഷനല്ല, പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കൊലയാളിയായ അമ്പിളിക്ക് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നും പോലീസ് ഉറപ്പിക്കുന്നു. പാറശാല സ്വദേശി സുനിൽകുമാറിന് പിന്നാലെ പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രം കൂടി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിലിന് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രേമചന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനിടെ മുഖ്യപ്രതി അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൌസും നൽകിയ സുനിൽകുമാറിന്റെ ഉടമസ്ഥയിലുള്ള ബ്രദേഴ്സ് സർജിക്കൽ സ്ഥാപനത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പണത്തിനു വേണ്ടി നടത്തിയ ക്രൂര കൊലപാതകത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. കൊലയ്ക്ക് പിന്നിൽ സുനിൽകുമാറിന് പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നതിന് തെളിവും പോലീസിന് ലഭിച്ചു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമേന്ദ്രനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിൽകുമാറും താനും ചേർന്നാണ് മുഖ്യപ്രതി അമ്പിളിയെ കളിയിക്കാവിളയിൽ കൊണ്ടുവിട്ടതെന്ന് പ്രേമചന്ദ്രൻ മൊഴി നൽകി. ഇതിനുശേഷം സംഭവം കഴിയുന്നതുവരെ ഇരുവരും പരിസരത്തുണ്ടായിരുന്നു എന്നതിന്റെ നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പ്രേമചന്ദ്രനെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയാണ് തമിഴ്നാട് പോലീസിന് കൈമാറിയത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിലിനും അമ്പിളിക്കും പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമേന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മദ്യപാനത്തിനിടെ ഗൂഢാലോചന നടത്തുമ്പോൾ പ്രേമേന്ദ്രനും ഉണ്ടായിരുന്നതായി അമ്പിളിയും മൊഴി നൽകിയിരുന്നു. പ്രേമചന്ദ്രനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ സമർപ്പിക്കും. സുനിലും വൈകാതെ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സുനിൽകുമാർ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പ്രേമചന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം.